കോപം ഒരു വിഷവായുവാണ്, അത് ആദ്യം ആത്മാവിനെ ദഹിപ്പിക്കുന്നു. കോപത്തെ നിയന്ത്രിക്കാനുള്ള ബുദ്ധന്റെ ആഴത്തിലുള്ള ജ്ഞാനവും പ്രായോഗിക ഉപദേശങ്ങളും ഇതാ. കോപത്തെ നിയന്ത്രിക്കാനുള്ള ബുദ്ധജ്ഞാനം. 5 പ്രധാന ഉപദേശങ്ങൾ. ഒരു ഉപദേശം: കോപം തീയല്ല, പുകയാണ്. കോപം എന്നത് മറ്റൊരാൾ കത്തിച്ച തീയല്ല, നിങ്ങളുടെ സ്വന്തം മനസ്സിലെ പുകയാണ്. ജ്ഞാനം: കോപത്തിന്റെ ഉറവിടം പുറത്തല്ല, അകത്താണ്. മറ്റുള്ളവരുടെ പ്രവൃത്തികൾ വെറും തീപ്പൊരിയാണ്, പക്ഷേ നിങ്ങളുടെ മനസ്സിലെ എണ്ണത്തുണി അതിനെ ഒരു കൂട്ടുതീയാക്കി മാറ്റുന്നു. പ്രായോഗികം: കോപം തോന്നുമ്പോൾ എന്റെ മനസ്സിൽ എന്ത് എണ്ണത്തുണി കത്തുന്നു എന്ന് ചോദിക്കുക. അത് അഹങ്കാരമോ നിരീക്ഷണമോ നിയന്ത്രണത്തിന്റെ ആഗ്രഹമോ ആയിരിക്കാം. 2 ഉപദേശം: പ്രതികരിക്കുമ്പോൾ കാത്തിരിക്കുക. ക്ഷണികമായ കോപം തുടങ്ങുന്ന സംഭാഷണം അവസാനിക്കുന്നത് വിഷമയ ശബ്ദങ്ങളിലാണ്. ജ്ഞാനം: കോപത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും തെറ്റായിരിക്കും. മൗനം കോപത്തെക്കാൾ ശക്തമായ ഒരു ഉത്തരമാണ്. പ്രായോഗികം: കോപം തോന്നുമ്പോൾ 5 കുറയ്ക്കുക, 4 കുറയ്ക്കുക, 3 കുറയ്ക്കുക, 2 കുറയ്ക്കുക. ഒരു റൂൾ പാലിക്കുക. 5 സെക്കൻഡ് ശ്വാസം അമർത്തുക. 4 സെക്കൻഡ് ശ്വാസം പുറത്തുവിടുക. ഈ സമയം കൊണ്ട് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് ശരിയാണോ എന്ന് ചോദിക്കുക. 3 ഉപദേശം: ശത്രുവിനെ എതിരിടുക, വിഷത്തെ അല്ല. ഒരു മനുഷ്യനെ കൊന്നാലും അവന്റെ വിചാരം കൊല്ലാനാവില്ല, വിചാരത്തെ മാത്രം കൊന്നാലും മനുഷ്യനെ കൊല്ലേണ്ടതില്ല. ജ്ഞാനം: നിങ്ങളുടെ ശത്രു ആ വ്യക്തിയല്ല, അവരുടെ പ്രവൃത്തിയും അത് ഉൽപ്പാദിപ്പിക്കുന്ന നിങ്ങളുടെ കോപവുമാണ്. പ്രായോഗികം: വ്യക്തിയെക്കൊണ്ടല്ല, അവരുടെ പ്രവൃത്തി മൂലമുണ്ടാകുന്ന പ്രശ്നം കുറിച്ച് സംസാരിക്കുക. നിങ്ങൾ ഇങ്ങനെ ചെയ്തപ്പോൾ എന്നതിന് പകരം ഈ പ്രവൃത്തി കൊണ്ട് ഇങ്ങനെയാണ് സംഭവിച്ചത് എന്ന് പറയുക. 4 ഉപദേശം: കോപം ഒരു ഉറവ് പോലെ വരുന്നു, ഒഴുക്ക് പോലെ പോകുന്നു. കോപം പോലെയുള്ളൊരു ശത്രു ഇല്ല, ധർമ്മം പോലെയുള്ളൊരു സുഹൃത്ത് ഇല്ല. ജ്ഞാനം: കോപം ഒരു നിശ്ചിത സമയത്തോളം മാത്രമേ നിലനിൽക്കൂ. അതിനെ നിങ്ങൾ പോഷിപ്പിച്ചാലേ തുടരൂ. പ്രായോഗികം: കോപം തോന്നുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക.